നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ എന്താ ഒന്നും മിണ്ടാങ്ങനെ ഇരിക്കുന്നത്? ഞാനെന്താ പിന്നെ പൊട്ടിച്ചിരിക്കണോ? അതോ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടണോ? അപ്പോ ചെറിയ ആളുകളൊന്നും അല്ല ഇതിന്റെ പിന്നിൽ കളിച്ചത്. ഓർത്തു വെച്ചോ കാർത്തി, പതുക്കെ പതുക്കെ ഇതിന്റെ 10 ഇരട്ടിയെ നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന ഒരാളുണ്ട് ഇവിടെ, ശ്രീമതി രാജലക്ഷ്മി അമ്മ അല്ലേ? രാജലക്ഷ്മി, ദാ നിന്റെ കൊച്ചുമകള് അംഗം ജയിച്ചു വന്നിരിക്കുന്നു. അവളെ അനുഗ്രഹിച്ച് സ്വീകരിക്കൂ. മുത്തശ്ശൻ പറഞ്ഞതുപോലെ സത്യത്തിൽ ഒരംഗം നടത്തി ജയിച്ചു വന്നിരിക്കുക മീനാക്ഷി. എല്ലാവരും ഇവിടെ വലിയ സന്തോഷത്തില്, കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷം. തനിക്ക് മാത്രം എന്താടോ ഒരു ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് കാർത്തേട്ടന് ഇതുവരെ മനസ്സിലായില്ലേ? ഇല്ലല്ലോ. ഞാൻ മുത്തശ്ശിയുടെ കാല് തൊട്ട് തൊഴാൻ പോയപ്പോ ഓർക്കപ്പുറത്ത് ഒരു കാക്ക വന്ന് വീണില്ല. അതാണോ? കാക്കയ്ക്ക് എന്തോ അപകടം വന്ന് ചത്തതാ. അതിന് തനിക്കെന്താ? അതൊരു അപശകുനമല്ലേ? അപശകുനമല്ല, അന്ധവിശ്വാസം. എന്റെ മീനാക്ഷി, അതൊക്കെ അങ്ങോട്ട് വിട്ടുകളയടോ. അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിനകത്ത് വന്നു അല്ലേ കുഞ്ഞാവേ? ഇതാണ് നമ്മുടെ ചെമ്മകമംഗലം ചക്രബാബയുടെ വീട്. ഇത്രയും നേരം ജഗദീഷ് എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാനും കൂടെ ഒന്ന് എടുക്കട്ടെ. വാ, വാടാ. ഓ, ഓ, നല്ല പോലീസ് ഓഫീസറാ. കുഞ്ഞിനെ എടുക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ആ, പോലീസ് അക്കാഡമിയിലെ കുഞ്ഞിനെ എടുക്കാനല്ലായിരുന്നു ട്രെയിനിങ്. ഓ, എന്ന് വെച്ച് പോലീസ് ഓഫീസർമാരൊന്നും അവരുടെ കുഞ്ഞുങ്ങളെ എടുക്കാറില്ലായിരിക്കും. ഓ, ആ വൈകുമോളെ. ഓ ഓ ഓ ഓ ഓ, അച്ഛന്റെ പൊന്നുമോളെ. ഓ ഓ, ലോക്കപ്പിലിട്ട് പ്രതികളെ ഉരുട്ടും പോലെ അല്ല കുഞ്ഞുങ്ങളെ കളിപ്പിക്കേണ്ടത്. അതിനെ ഒരു മയം വേണം. അതെ, വാത്സല്യത്തോടെ ലാളിക്കണം. അതുപോലെ കുഞ്ഞിനെ ലാളിക്കുമ്പോ വായിൽ വരുന്ന എന്താ ഓമന പേരും വിളിക്കാം. എന്തും വിളിക്കാവോ? എന്ന് വെച്ചാ കുറ്റവാളികളെ പോലീസ് വിളിക്കുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. അല്ല, കുഞ്ഞിനൊരു പുതിയ മാല കിട്ടിയല്ലോ. ഇതാരിട്ടു? ചെറിയച്ഛൻ ഇട്ടു കൊടുത്താണോ? അല്ല, മുത്തശ്ശി കഴുത്തിലിട്ട് കൊടുത്തതാ. മുത്തശ്ശനും മുത്തശ്ശിക്കും എന്ത് സന്തോഷായിന്നോ കുഞ്ഞ് വീണ്ടും ചെമ്പകമംഗലത്തേക്ക് വന്നതില്.
അമ്മ എല്ലാരെയും വിളിക്കുന്നു അത്താഴം കഴിക്കാൻ. വരുന്നു. ഉം. ആ മോളിരിക്കെ. ആഹാ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞോ? ആ അതിനെല്ലാരും വന്നില്ലല്ലോ, ഇനിയും പലരും ഹാജരാകാനുണ്ട്. ആ അല്ല വൈകുമോൾ എവിടെ മീനാക്ഷി? ഉറങ്ങി. ആ ആ ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. എന്താച്ചാ? ഇന്നത്തേക്ക് വിളമ്പുകാർ വേണ്ടെന്ന എന്റെ അഭിപ്രായം. വിളമ്പുകാരോട് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ അഭിപ്രായം കൊള്ളാം. ദേ ഞാൻ ഇതിനെ പിന്താങ്ങുന്നു. ഉം? ദേ ഞാനും പിന്താങ്ങുന്നു. ആ, ഞാനും പിന്താങ്ങിയേക്കാം. ആ അഭിപ്രായമൊക്കെ കൊള്ളാം. പക്ഷെ ചോറും കറികളും ഒന്ന് വിളമ്പിയിട്ട് ഞങ്ങൾ ഇരിക്കാം. ആ എടുത്തു പറഞ്ഞതാ എന്റെ ശരി. ആദ്യ റൗണ്ട് ഞങ്ങൾ തന്നെ വിളമ്പാം. ആ എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. അല്ലേ അച്ഛാ? ശരി, ആയിക്കോട്ടെ. ആ മതി. ഈ വീട്ടിൽ ഒത്തിരി കാലം കൂടിയാ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായി പറഞ്ഞത് വിളമ്പുകാർ വേണ്ടാന്ന്. അമ്മയ്ക്ക് സന്തോഷത്തെക്കാൾ സങ്കടങ്ങളാ ജീവിതത്തിലേറെയും. അപ്പോ ഇതുപോലെ വീട് കിട്ടുന്ന സന്തോഷങ്ങൾ നമ്മൾ പരമാവധി ആഘോഷിക്കണം. മോളെ നീ ഇരിക്കെ. ആ, അമ്മ ഇരിക്കെ. സാരല്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്നോളാം. ചെല്ലേ. ദാ. ഹ, അമ്മ എന്താ ഒന്നും മിണ്ടാങ്ങനെ ഇരിക്കുന്നത്? ഞാനെന്താ പിന്നെ പൊട്ടിച്ചിരിക്കണോ? അതോ സന്തോഷം കൊണ്ട് മതി മറന്ന് തുള്ളിച്ചാടണോ? രാജലക്ഷ്മിയുടെ സന്തോഷത്തിന്റെ നാളുകളെല്ലാം എന്റെ മകന്റെ മരണത്തോടെ തീർന്നു. എന്റെ തറവാടിന്റെ സമ്പത്തും ഐശ്വര്യമായിരുന്ന ആ ഉടവാള് മോഷ്ടിച്ചവര് എന്റെ മോനെയും കൊന്നു. ഈ തറവാടിന്റെ അസ്ഥിവാരം ഇളക്കി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.